Tom. Good morning, all. Good morning, ma'am. Morning, ma'am. പുതിയ ചാപ്റ്റർ ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അവരുടെ കയ്യിലില്ലേ? ഓക്കെ, എല്ലാവരും തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാലോ. കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ കുഴപ്പമില്ലാതെയൊക്കെ കവർ ചെയ്തില്ലേ? അപ്പോ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടെ. നമ്മുടെ വാഹിദ മിസ് ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് മെഡിക്കൽ എക്യുപ്മെന്റിന്റെ PDF എടുത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊരു മാറ്റമുണ്ട്. ചാപ്റ്റർ 18 ലബോറട്ടറി സർവീസ് അതാണ് കേട്ടോ ഈ വാഹിദ മിസ് എടുക്കാൻ പോകുന്നത്. അപ്പോ അതാണ് ആ PDF എടുത്ത് വെക്കണേ. ചാപ്റ്റർ 18 ലബോറട്ടറി സർവീസ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഓപ്പറേഷന് ആരെങ്കിലും ഒക്കെ എന്താ പറയുക, അവരുടെ ചിലപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറിയിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് അതിലൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് പോർഷൻസ് തുടങ്ങാലോ, ക്ലാസ് എടുത്ത് തുടങ്ങാലോ. ഓക്കെ, ഓക്കെ. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലില് നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അത് ക്ലീൻ ആയിരിക്കും, ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അവിടെ ഡോക്ടേഴ്സ് എല്ലാം വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക PPE ഒക്കെ ധരിച്ചിട്ട് തന്നെയാണ് അവിടേക്ക് പ്രവേശിക്കുകയുള്ളൂ. നമുക്കറിയാം ചില സ്പെഷ്യൽ അതിനു വേണ്ടി സെപ്പറേറ്റ് ചപ്പറും ഡ്രസ് വെയറും എല്ലാം ഉണ്ടാവും അല്ലെ? കാരണം അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോ ഇൻഫെക്ഷൻസും അല്ലെ അണുകളൊന്നും കൂടുതൽ അവിടെ ഫോം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ഏരിയ ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ. തുടങ്ങാം. An operation theater is a place where certain intrusive surgical procedure, which means operations that involve cutting into and working inside a patient's body take place. അതായത് എന്താ പറയണം, ഇൻട്രൂസീവ് എന്ന് വെച്ചിട്ടാണോ? അതായത് അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നുഴഞ്ഞു കയറുകയെന്നാണ്. അതായത് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് വേർ സർട്ടൻ ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയർ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അവിടെ സർജിക്കൽ ആയിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ഏരിയയാണ്. വിച്ച് മീൻസ് ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ് കട്ടിംഗ് ഇൻ ടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അത് ആക്റ്റീവ് മീനിങ് ആയിട്ട് തന്നെ കൊടുത്തേക്കാണ്. പേഷ്യൻസിനെ നമുക്കറിയാം എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസുകൾ അല്ലെ, അണുക്കളായിട്ടുള്ള എന്തെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അണുക്കളെല്ലാം എടുത്ത് കളയാൻ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം രോഗബാധിതമായ ആ ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് അവിടെ തുന്നി ചേർത്ത് എന്താണ് രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തി നേടാനായിട്ട്. ഇൻ കേസ് നമുക്കറിയാം ബർത്ത് ഓപ്പറേഷൻ അല്ലെ, സിസേറിയൻ, അതൊക്കെ നടത്തുന്നത് എന്തിനാ? അണുക്കളെ എല്ലാം അവിടെ കൈകാര്യം ചെയ്യുന്നത് രോഗം ബാധിച്ചതല്ല, കുട്ടിയുടെ ബർത്ത് അതുമായി ബന്ധപ്പെട്ടു. അപ്പൊ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. പ്രധാനമായിട്ടും എന്താ പറയുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് എന്താണോ പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ട് വ്യക്തിയുടെ ഏതെങ്കിലും ഭാഗം, ഏത് ഭാഗവും ആകാം അല്ലെ, ഏത് ഭാഗത്താണെങ്കിലും കട്ടിങ് എല്ലാം നടത്തി ഇൻവോൾവ് കട്ടിങ് ഇൻ ടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അവിടെ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ വിധേയമായിട്ട് വ്യക്തിയെ തുന്നിച്ചേർക്കലൊക്കെ നടത്തി ആരോഗ്യവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. വിച്ച് മീൻസ് ഓപ്പറേഷൻ ദാറ്റ് ഇൻവോൾവ് കട്ടിംഗ് ഇൻ ടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedure such as keyhole surgery where cameras and laparoscope are inserted through small ഇൻസിഷൻസ്. അതായത് നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് അറിയാം അല്ലെ, ഓപ്പറേഷൻസ് ഒക്കെ എത്ര തരത്തിലുണ്ട് അറിയാമോ? ഇപ്പൊ സാധാരണ നമ്മൾ പണ്ട് കണ്ട മാതിരി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി മാത്രമല്ല, ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കീഹോൾ സർജറി ഉണ്ട്, അതേപോലെ തന്നെ റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്.
ചിലതിന് എന്താണ് എക്സ്പെൻസീവ് കൂടുതലാണ്, പക്ഷെ ചിലതിന് ഓക്കെ അറിയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. അതായത് പണ്ട് നമ്മള് നേരത്തെ അറിഞ്ഞതിന് മാത്രമേ ഓപ്പൺ സർജറി മാത്രമല്ല ഉള്ളത്. അതാണ് പറയുന്നത് ദിസ് മേ കണ്ടെയ്ൻ either minimally invasive എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആക്രമണാത്മകമായ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് മുറിക്കുക എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedure such as keyhole surgery. അതായത് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് കീഹോൾ സർജറി ആവാം. ആ സർജറിയിൽ എന്താ ചെയ്യുന്നത്? വേറെ ക്യാമറാസ് ആൻഡ് where cameras and laparoscope are inserted through small incisions. Incisions എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ക്യാമറ എന്ന് പറയുന്നത് ഇൻസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹോളം. അപ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്യാമറാസ് വളർത്തി വിട്ടിട്ട് ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു രീതിയാണ് എന്താ പറയുന്നത് ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താ സംഭവം? നമ്മള് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ക്യാമറയെ കടത്തി വിട്ട്, നമുക്കറിയാം ഇപ്പോഴത്തെ ഇന്നോവേഷൻ അനുസരിച്ച് എന്താ ചെയ്ത വയറൊക്കെ സാധാരണയായിട്ട് കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്നത് എന്താണ് വയറുമായി സ്ട്രോക്കുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിനെ അവര് വളരെയധികം വികസിപ്പിക്കും. ആ വികസിപ്പിച്ചിട്ട് ക്യാമറയിൽ കൂടി തന്നെ അവർക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോണിറ്റർ ഉപയോഗിച്ചിട്ട് അവര് അതുമായി ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് തന്നെ അതിനനുസരിച്ചുള്ള മെഷീൻസ് എല്ലാം ഉപയോഗിച്ച് കട്ട് ചെയ്ത് സൂചിയൊക്കെ കടത്തിവിട്ട് തുന്നി അതെല്ലാം ചെയ്ത് വളരെ ചെറിയൊരു മുറിവാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത്തരം കീഹോൾ സർജറി കഴിയുമ്പോൾ ചെറിയൊരു റെസ്റ്റിന്റെ ഒക്കെ ആവശ്യം വരികയുള്ളൂ. ഓപ്പൺ സർജറിക്ക് ആകുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വലിയൊരു മുറിവിന് സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ വരും. കീഹോൾ സർജറി എന്നൊക്കെ പറയുമ്പോൾ മെയിൻ ആയിട്ട് ഡോക്ടേഴ്സിന്റെ എബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം എത്രയും ഹേബിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന ടൈമിനുള്ള ക്യാമറയിൽ കാണുന്നത് അനുസരിച്ച് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് തുന്നിച്ചേർക്കേണ്ടത് തുന്നിച്ചേർത്തൊക്കെ കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഡിസിഷൻ എടുക്കാൻ അത് മാത്രമല്ല നല്ല എക്യുപ്മെന്റ്സ് ആയിരിക്കും. ഇതിലൂടെ കടത്തി വിടുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ കൃത്യമായുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം കട്ടൊക്കെ ചെയ്യാൻ. അപ്പോ ഇത് കീഹോൾ സർജറി നമ്മൾ അറിയില്ലേ, കീഹോൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണെന്ന് ഡോക്ടർ ആണെന്ന് നമ്മൾ ആദ്യം നോട്ട് ചെയ്യും. ഓപ്പൺ സർജറിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഓപ്പൺ സർജറിയിൽ കുറച്ചും കൂടി ഡോക്ടേഴ്സിന്റെ റിസ്ക് കുറവാണ്. കാരണം അവർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. കീഹോൾ സർജറിയിൽ എന്താ പറയുക ഈ വ്യക്തി പെട്ടെന്ന് തന്നെ കൃത്യമായ സമയത്തിനുള്ളത് കൈകാര്യം ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ എബിലിറ്റി ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ കീഹോൾ സർജറി വേർ ക്യാമറാസ് ആൻഡ് ലാപ്രോസ്കോപ്പ് ആർ ഇൻസർട്ടഡ് ത്രൂ സ്മോൾ ഇൻസിഷൻസ്. ചെറിയ ദ്വാരത്തിലൂടെയാണ് ഇതെല്ലാം കടത്തിവിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓർ ഓപ്പൺ സർജറി വേർ സർജൻ മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ്. അപ്പൊ നമുക്കറിയാം ഇതിലാണെങ്കിൽ ഓപ്പൺ സർജറി ആണെങ്കിൽ വലിയ മുറിവിലൂടെയാണ് ഇത്തരം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കട്ട് ചെയ്യുന്നത്. Then robot assisted surgery allows surgeons to perform certain procedure through small incisions. ഇവിടെയും ചെറിയ സ്മോൾ ഇൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് നടത്തുന്നത്. അതിനെന്താണെന്ന് നമുക്കറിയാം, ഡോക്ടേഴ്സിനോടൊപ്പം റോബോട്ടിന്റെ കൂടി അസിസ്റ്റ് ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. Then operations thereafter is otherwise known as OR, operating rooms. അതിന് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ഓപ്പറേഷൻ റൂംസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഓപ്പറേഷൻസ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതായത് എന്തെങ്കിലും മുറിവുകൾ വെടുത്തി അതായത് എന്താ പറയുന്ന അണുമുക്തമാക്കുക അല്ലെങ്കിൽ ആ രോഗിയെ ഭേദമാക്കുക, രോഗിക്കുള്ള പ്രോബ്ലംസ് എന്താ പറയുക റിമൂവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓപ്പൺ സർജറി ഉണ്ട്, കീഹോൾ സർജറി ഉണ്ട്, ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറിയും ഉണ്ട്. നമ്മൾ ചെറിയ വേർഡ്സുകൾ നമുക്ക് ഡൗട്ട് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇൻട്രൂസീവ് നമ്മൾ പറഞ്ഞ എന്താണ്? നുഴഞ്ഞു കയറുക എന്നുള്ള ഉദ്ദേശം. അതായത് എക്യുപ്മെന്റ്സ് കൊണ്ട് ആണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. പിന്നെ വീണ്ടും ഒരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവാസീവ് എന്ന് വെച്ചിട്ട് ആക്രമണാത്മകമായ പ്രൊസീജിയേഴ്സ് അല്ലെ, നമ്മൾ മുറിക്കുക എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും നമുക്ക് ഇൻസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പാരഗ്രാഫ് നോക്കിയായോ? ക്ലിയർ ആയില്ലേ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മള് ജസ്റ്റ് ആരെങ്കിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യം തന്നെയാണ്.
അല്ലെ? അപ്പോ കണ്ടിന്യൂ ചെയ്യാലോ. ഓവർ എൻവയൺമെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിന്റെ എൻവയൺമെന്റ്, അതിന്റെ പരിസ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഓപ്പറേറ്റ് ചെയ്ത് നമുക്കറിയാം ഓപ്പറേഷൻ റൂം എപ്പോഴും നമുക്ക് മനസ്സിലാവും ഭയങ്കര ക്ലീൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി ചപ്പലോ അല്ലെങ്കിൽ കൃത്യമായ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടാണ് ഡോക്ടേഴ്സും നഴ്സുമാരും അതിൽ പ്രവേശിക്കുകയുള്ളൂ. നമ്മളെയാണ് ഓപ്പറേഷന് വിധേയമാക്കുന്ന വ്യക്തികളെ പോലും ഇന്ന രീതിയിൽ ചിലപ്പോ നെയിൽ വരെ ഉണ്ടെങ്കിൽ, നെയിൽ പോളിഷ് വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്തിട്ട് കയറാനേ പറയുള്ളൂ. കാരണം എന്തുകൊണ്ടാ അതിവിടെ പറയുന്നുണ്ട്, നെയിൽ പോളിഷിന്റെ ഒക്കെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് അവർക്ക് പെട്ടെന്ന് അണുക്കൾക്ക് വേഗം അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. അത് ശരിക്കും അവര് എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്തിട്ട് എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ സ്വരൂപിക്കുന്നതിന്റെ ഇടയിലൂടെയാണ് നമ്മള് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ഈ സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങളിൽ വരെ അണുക്കള് വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും പ്രൊട്ടക്റ്റീവായിട്ട് അത്രയ്ക്കും ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം എന്താ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടുത്തെ എൻവയോൺമെന്റിന്റെ പ്രത്യേകത ഒന്നുകൂടി വിവരിക്കുകയാണ്. ഓപ്പറേഷൻ റൂംസ് ആണ് ജെം ഫ്രീ എൻവയോൺമെന്റ്. നമുക്കറിയാം അവിടെ ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നേംഡ് സ്ക്രബ്സ്. സ്ക്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ധരിക്കേണ്ടത്. ആസ് വെൽ ആസ് കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ആൻഡ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ജെംസ്. എന്തെങ്കിലും അണുക്കളൊക്കെ വരികയാണ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ കണ്ടായിരുന്നല്ലേ, സ്പില്ലേജ് കണ്ടായിരുന്നോ? എന്തെങ്കിലുമൊക്കെ അല്ലെ രോഗിയെ ഓപ്പറേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ അണുക്കൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അതൊക്കെ വെയർ ചെയ്തിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. ദെൻ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനിയസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അവിടെ എന്താണ് പ്രകാശമുള്ളതായിരിക്കണം, ഒരുപാട് അല്ലെ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം അല്ലെ. ചെറിയ ചെറിയ ഇതുകളെ അണുക്കളെ വരെയും കാണാൻ പറ്റുന്നതാണെങ്കിൽ അതിനും കൂടി സൗകര്യമുള്ള രീതിയിൽ അത്രയും മാത്രം പ്രകാശം പൂരിതമായിരിക്കണം എന്ന് പറയുന്നു. പിന്നെ എന്താ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അതെന്തുകൊണ്ടാ കൂൾ എന്ന് പറയുന്നത്? അവിടെ ബാക്ടീരിയ അതൊന്നും വളരാതിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് അവയ്ക്കൊന്നും അണുക്കൾക്കൊന്നും വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളായിരിക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. നിങ്ങൾക്ക് പറഞ്ഞ മാതിരി തന്നെ ബാക്ടീരിയൽസ് എല്ലാം അവിടെ വണ്ടി പിടിച്ചിരിക്കാത്തക്ക വിധത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്താ ഓപ്പറേഷൻ ഷുഡ് ബി എയർ കണ്ടീഷൻ റൂം ആക്കി മാറ്റണമെന്ന് പറയുന്നത്. അതാണ് എന്താ ആ ഓപ്പറേഷൻ റൂമിന്റെ എൻവയോൺമെന്റ് പരിസ്ഥിതി, അതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെ, ആ ഒരു അറ്റ്മോസ്ഫിയർ എന്തായിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ വിവരിച്ചത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. കണ്ടിന്യൂ ചെയ്യാലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയാ? Operating rooms are germ-free environment. All persons should wear a protective cloth named scrubs. ഞാൻ പറഞ്ഞു അതൊരു ക്ലോത്തിന്റെ നെയിം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ജെംസിനെ തടയുന്നതിന് വേണ്ടി, സ്പ്രെഡ് ചെയ്യുന്നതിനൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി ലൂമിനിയസ്, പ്രകാശമുള്ളതായിരിക്കണം. ടെമ്പറേച്ചർ എപ്പോഴും കൂളായിരിക്കണം. പിന്നെ എന്താ എന്തിനു വേണ്ടിയിട്ട് ഇത് കൂളായിരിക്കണം എന്ന് പറയുന്നത്? ബാക്ടീരിയസ് ഒന്നും ഫോം ചെയ്യാതെ അവയിൽ നിന്നെല്ലാം വിമുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഡെവലപ്പ് ചെയ്യാതിരിക്കത്തക്ക വിധത്തിലുള്ള രീതിയിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് ഓവർ എക്യുപ്മെന്റ്സ്. ഓപ്പറേഷൻ റൂമിലെ എക്യുപ്മെന്റ്സുകൾ എന്താണെന്ന് നോക്കാം. An operating room has special equipment like respiratory and cardiac support, emergency respiratory devices, patients monitors and diagnostic tools, etc. അവിടെ എന്തൊക്കെയാണോ വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ റൂമിൽ നമുക്കറിയാലേ, നമ്മൾ ഓപ്പറേഷനിൽ ആരെങ്കിലൊക്കെ കയറിയിട്ടുണ്ടോ അല്ലെ? നിങ്ങൾ കേൾക്കുന്നതിലുള്ള ആരെങ്കിലൊക്കെ കയറിയിട്ടുണ്ടോ ഓപ്പറേഷൻ റൂമില്? കുറച്ച് പേര് പറയും അല്ലെ, കാരണം എന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് അറിയാം അഭിമുഖീകരിച്ച് 3 തവണ കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് എക്സ്പീരിയൻസ് എടുത്ത് വായിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്തായാലും നമ്മൾ എന്താ പറയാ, ജീവിച്ചു പോകുമ്പോൾ അസുഖങ്ങൾ വരാം, ഇങ്ങനെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരും. അപ്പോ എന്താ പറയുക, ഓപ്പറേഷൻ റൂമിൽ നമ്മൾ കയറുമ്പോൾ ആ റൂമുമായി ബന്ധപ്പെട്ട അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്താ അവിടെ പ്രത്യേകമായിട്ട് എമർജൻസി
റെസിസ്റ്റീവ് ഡിവൈസുകളാണ് കൂടുതൽ ഉണ്ടാവുക അല്ലെ. പ്രത്യേകിച്ച് റെസ്പിറേറ്ററി, നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട നമുക്ക് പെട്ടെന്നൊക്കെ ശ്വാസം കോൺഫിഡൻസിൽ കൂടുതൽ തള്ളാനോ അല്ലെങ്കിൽ ഓക്സിജൻ വെച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാം അല്ലെ. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പ്രഷർ കൂടുകയോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കാർഡിയക്ക് സപ്പോർട്ട് ഉണ്ട്, റെസ്പിറേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും, എമർജൻസി റെസിപ്റ്റേറ്റീവ് ഡിവൈസുകൾ ഉണ്ടാവും, പേഷ്യന്റ് മോണിറ്റേഴ്സ്, പേഷ്യന്റിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്ക് എന്താ പറയുക, പ്രഷർ കൂടുന്നവരായിരിക്കും, ചിലർക്ക് ഷുഗർ ഹൈ ആവുന്നവരായിരിക്കും, അങ്ങനെ വ്യത്യസ്ത പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ ആ പേഷ്യൻസിന്റെ നിലവാരം അനുസരിച്ച് മിക്കവാറും പേഷ്യൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുമല്ല ചിലപ്പോ എല്ലാ ഇൻ കേസ് ഈ പേഷ്യൻസിന് ചില രോഗങ്ങൾ ഇല്ലാത്തവർക്കാണെങ്കിലും മിക്കവാറും കുറച്ച് ഡിവൈസ് അവിടെ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യും. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇതെല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകളെല്ലാം എവിടെ ഈ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. എമർജൻസി റെസ്പിറേറ്റീവ് ഡിവൈസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എമർജൻസി? ഇപ്പൊ ഓരോ ഓപ്പറേഷനിലെ നമ്മള് എപ്പോഴാണ് കൈകാര്യം ചെയ്യുന്നത് അനുസരിച്ചാണല്ലോ ഉപകരണത്തിന്റെ ആവശ്യകത വരുന്നത്. അതാണ് നമ്മൾ പുനർജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഉപകരണങ്ങൾ. ആ ഉപകരണങ്ങളാണ് എമർജൻസി എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതൊക്കെയാണ് സം ഓഫ് ദ സ്റ്റാഫ്. ഏതൊക്കെ സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ്സുകളുടെ കാര്യമാണ്. പിന്നെ ഇവിടെ സം ഓഫ് ദ സ്റ്റാഫ്, അവിടെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. എന്ത് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്റ്റാഫുകൾ അവിടെ നമുക്ക് തന്നെ അറിയാലോ. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറിയവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ചില സ്റ്റാഫുകളൊക്കെ അവരുടെ ഡ്യൂട്ടി പിടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടാവും. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും. പക്ഷെ വേറെ കുറച്ച് വ്യക്തികൾ അവരുടെ മോണിറ്ററിംഗ് മെഷീനും അതനുസരിച്ചൊക്കെ കുറെ സംഭവങ്ങളൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുന്ന രീതി അനുസരിച്ചുള്ള നിലവാരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ. എന്താണ് അത്? സർജൻ അല്ലെ, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ്. Then anesthesists who give anesthetics to restrain pain both before and during the operation. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിന് അല്ലെ അതിന് മുമ്പ് ശേഷമൊക്കെ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളില് പെയിൻ നമ്മൾക്ക് അറിയാൻ പാടില്ല അല്ലെ. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ വരുമല്ലോ. ഓട്ടോമാറ്റിക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ വൈകിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അനസ്തേഷ്യ ഡോക്ടറിന്റെ ഒരു നിശ്ചിത അവരുടെ അളവിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇതൊന്നും അറിയാത്ത വിധത്തിലുള്ള ബോധപ്പെടുത്ത പ്രക്രിയ നടക്കും. ചിലപ്പോ ഫുൾ ബോഡി ആയിരിക്കും, ചിലപ്പോ ആ ഭാഗമായിരിക്കും. എന്തായാലും അത് അനസ്തേഷ്യ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട്. Then a theatre nurse who take care of patients throughout all 4 stages of the operation. Theatre nurses who take care of patients throughout 4 stages. അതായത് ഇതിപ്പോ കൊടുക്കുന്നതിന് മുമ്പ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയം, ആഫ്റ്റർ ഒബ്സർവേഷൻ ടൈം, അങ്ങനെ ഒരു 3-4 സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിലെല്ലാം അതിനനുസരിച്ചുള്ള നഴ്സുമാര് വ്യക്തമാവിടെ ഡ്യൂട്ടിയിലുണ്ടായിരിക്കും. Then theatre support the workers who shift patients between the ward and the operating theatre. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ബിറ്റ്വീൻ നമ്മൾ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇത്രയൊക്കെ ഒബ്സർവ് ചെയ്ത് ഇനി ചിലപ്പോഴൊക്കെ കുറച്ച് വീണ്ടും ഒബ്സർവേഷൻ റൂമിലേക്ക് കിടക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഓപ്പറേഷന് വിധേയമാക്കുമ്പോൾ അങ്ങനെയാണ്. ചിലപ്പോ 1 മണിക്കൂറും കൂടി അത് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ചെറിയ മൈനറായിട്ടുള്ള ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ എന്താ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. ചിലപ്പോൾ കൂടുതൽ മേജറൊക്കെ ആണെങ്കിൽ അത് ഒബ്സർവേഷൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് നാൾ വെയിറ്റ്, കുറച്ച് നാളല്ല ഇത്ര ടൈം അവർ പറയുന്ന ടൈം അലോട്ട് ചെയ്യുന്ന ടൈം അനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് എന്താ വീട്ടിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പേഷ്യൻസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കും. Then cardiographer to monitor ECG machine. എപ്പോഴും നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ നടത്തുമ്പോൾ എപ്പോഴും ECG ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചില വ്യക്തികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവർ ആ മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി ഏതാണ്? കാർഡിയോഗ്രാഫറാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ECG മെഷീനും പിടിച്ച് അവിടെ ഇരിപ്പേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനൊപ്പം ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? കാർഡിയോഗ്രാഫേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേ. ഇൻ കേസ് എക്സ്റേ എടുക്കേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ റേഡിയോഗ്രാഫേഴ്സ്
അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ വ്യക്തികളൊക്കെ നിങ്ങൾ ഓർക്കുക, ECG എടുക്കുന്ന വ്യക്തികളുടെ പേരെന്താണ്? കാർഡിയോഗ്രാഫേഴ്സ്. എക്സ്റേ എടുക്കുന്നത് റേഡിയോഗ്രാഫേഴ്സ് അല്ലെ? അവരെല്ലാം അത്തരം ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷൻ വിധേയമായിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്ക് ഓർത്തെടുത്താൽ മനസ്സിലാവും. സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും. ഒപ്പം തന്നെ എന്താണ്, ഇതേപോലെ ECG ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും അതിനൊക്കെ പ്രത്യേകം വർക്കേഴ്സുകൾ അവിടെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെയാണ് എന്താണ്, എക്സ്റേ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യ റേഡിയോഗ്രാഫേഴ്സ് ഒക്കെ എവിടെ ഉണ്ടാവും? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്ത് പോകാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? സ്പീഡിലൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേഖലയല്ലേ ഞാൻ കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നമുക്കറിയാവുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിസി ടു എൻ്റർ ഇൻ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. എന്തൊക്കെ പോളിസി, എന്തൊക്കെ നയങ്ങളാണ് ഇവിടെ നോക്കാം. State the aim of your visit or personal and show your IDs. എന്താണ് നമ്മൾ ഒരു ഓപ്പറേഷന് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ എന്താണ് അല്ലെ, എന്ത് കാര്യമാണ് നമുക്ക് നേടേണ്ടത്? എന്ത് അസുഖത്തിനുമായി ബന്ധപ്പെട്ട്, എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഓപ്പറേഷനുമായി വരുന്നത്. അപ്പൊ എന്താണ് എന്നുള്ളത്, യുവർ വിസിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. നിങ്ങളുടെ ID ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമുക്ക് ഓപ്പറേഷന് വിധേയമാവുന്നതിന് മുമ്പ് കിറ്റൊക്കെ ധരിക്കണം, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവണം. നേരത്തെ കൂട്ടിയത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പം അതുണ്ടായിരിക്കുക. Then artificial nails, extenders and chipped nails polish protect more microorganisms than hands and can policy train the sterile area, so avoid it. നേരത്തെ പറഞ്ഞു അല്ലെ, ഓപ്പറേഷന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾക്ക് ഓപ്പറേഷന് വിധേയമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ്, ഇന്ന ടൈമിലാണ് നിങ്ങളുടെ ടൈം, ഇന്ന പേഷ്യന്റ് ഈ സമയത്ത് നിങ്ങൾ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കണം. എന്താ പറയാ, നമ്മുടെ ഒക്കെ പറയല്ലേ, ഗേൾസ് ഒക്കെ ആണെങ്കിൽ പറയും മുടിയൊക്കെ ഇങ്ങനെ പിരിച്ച് പിന്നിട്ടിരുന്നോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറയും. അപ്പൊ അതാണ് ഫസ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റിൽ പറയുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ നെയിൽസ്. എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റൻഡേഴ്സ്, എന്തെങ്കിലും നീതി വളർത്തുന്ന സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ചിപ്പിടി നെയിൽസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിപ്പ്, ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടങ്ങളിലൊക്കെ കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മളെല്ലാവരും ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരില്ല, എന്നാലും റയറായിട്ടുള്ള വ്യക്തികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം can possible train the sterile area. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അതായത് അവിടെ എല്ലാം എന്താ പറയാ, വളരെയധികം ക്ലീൻ ആയിരിക്കും. ചെറുകളിലൊക്കെ ഏരിയ ആക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസ് ആയിരിക്കും. അപ്പൊ ഈ നമ്മുടെ കയ്യിലുള്ള ഈ നെയിൽ പോളിഷ് ഒക്കെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയിൽ പോളിഷിൽ നമ്മളറിയാതെ കുറച്ച് അണുക്കളെല്ലാം പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. നമ്മള് കണ്ണിൽ കാണുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഓപ്പണൈസുകളൊന്നും മനസ്സിലാവില്ല. ബട്ട് അതില് ചെറുതാണെങ്കിലും അണുക്കളെല്ലാം എന്താ പറയുക, വെട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ എപ്പോഴെങ്കിലും. അപ്പൊ ആ ടൈമില് അത് കയറി പിടിച്ചിരുന്ന ആ ഭാഗങ്ങളൊന്നും, അവിടെയുള്ള ചെറിയായിട്ടുള്ള ഏരിയാസുകളിലൊന്നും അണുക്കളെ പ്രസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. സോ അവോയ്ഡ് ഇല്ല. അതുകൊണ്ട് എന്താണ്, നെയിൽ പോളിഷും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മീൻസ് എന്താണ് പറയുന്നത്, ചിപ്സ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം ദാൻ ഹാൻഡ്സ് ആൻഡ് can possibly train the sterile. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ ഇതുകളും അത് വളരെ അധികം എന്താ പറയാ, നേരത്തെ പറഞ്ഞു, അണുവിമുക്തമായ ഏരിയക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പോസിബിൾ ആയിട്ട് അവിടെ കീപ്പ് ചെയ്ത് വെക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും എന്താണ്, അണുക്കളൊന്നും പറ്റിപ്പിടിക്കാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പറ്റിപ്പിടിക്കാത്ത രീതിയിൽ അവരത്രയും അണുവിമുക്തമാക്കിയിരിക്കുന്ന ഏരിയകളാണ്. അവിടേക്കാണ് നമ്മൾ എന്താ പറയുക, നെയിൽ പോളിഷൊക്കെ ഇട്ട് ചിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കയറണമെങ്കിൽ അതിലൂടെ അവിടേക്കൊക്കെ അണുക്കൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയാം. അതെ അല്ലെ, ഓക്കെ. ഇങ്ങനത്തെ കൃത്യമായിട്ട് എന്ന് പറയുന്നുണ്ട്, കറകളൊന്നും. ഓക്കെ,
അപ്പൊ പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആർട്ടിഫിഷ്യൽ നെയിലിന്റെ കാര്യം ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ്. എനിക്കും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തിനീ നെയിൽ പോളിഷ് അടക്കം ക്ലീൻ ചെയ്യാനുള്ള ഒരു മനോഭാവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നീടാണ് മനസ്സിലായത് ഇതിനൊക്കെ ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ടാണ്. ദെൻ റിമൂവ് ഓൾ ജ്വല്ലറി നമുക്കറിയാം അല്ലെ, നമ്മൾ നേരത്തെ വേസ്റ്റിലൊക്കെ കണ്ടതാണ്. മർക്കുറിയും അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രോബ്ലംസ് ഒക്കെ. ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോഹമാണ്, അത് മറ്റു ഇതുകളുമായിട്ട് ലോഹവുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടെല്ലാം ജ്വല്ലറികളും റിമൂവ് ചെയ്യണം, ഒഴിവാക്കണം. Then put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. നമ്മള് അല്ലെ നേരത്തെ കൂട്ടി അങ്ങോട്ട് എന്താ പറയണ അവിടെ ഇട്ട് യൂസ് ചെയ്തതിന് ശേഷമല്ല ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്. മസ്റ്റ് ബി ഓൺലി എന്താ എപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പ് അതിന്റെ മുമ്പ് മാത്രമേ ആ ഡ്രസ് ഇട്ട് എന്താ പറയുന്ന ആ ഒരു ക്ലോത്ത്സ് ടോപ്പും ബോട്ടം ഒക്കെ യൂസ് ചെയ്തിട്ട് പോകാനായിട്ട് പാടുള്ളൂ. Then cover shoes as per agency policy. Also to cover head caps are used. Surgical mask also as a policy. അതായത് അവര് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നത് ചപ്പൽ യൂസ് ചെയ്യണം, എന്താ പറയുക ഹെഡിങ്ങനെ കൂടണം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് പിൻ ചെയ്യണം, അതങ്ങനെ കെട്ടി വെക്കണം, അതിനുശേഷം അതങ്ങനെ ചെയ്യണം. അവരെന്താണോ പോളിസിയിൽ പറയുന്നത് അതനുസരിച്ചെല്ലാം കൈകാര്യം ചെയ്യണം. കവർ ഹെഡ് ടാപ്സ് ആർ യൂസ്ഡ്, സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യണം, ഓൾസോ ആസ് പെർ പോളിസി. എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഓപ്പറേഷൻ വിധേയമാകുന്ന വ്യക്തി പേഷ്യന്റ് ഫോളോ ചെയ്യണം. Then perform surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hand before applying sterile gloves. ഇപ്പൊ ഗ്ലൗസ് ഇപ്പൊ അവരാണെങ്കിലും എപ്പോഴും നമ്മളാണെങ്കിലും ഇതെല്ലാം ചെയ്തിട്ട് പോണെന്ന് പറയും. അപ്പം തന്നെ അവർക്ക് മസ്റ്റ് ആയിട്ട് എന്താണ് ഗ്ലൗസ് സ്റ്റെറൈൽ ആയിട്ടും നമ്മളെ അണുമുക്തമായിട്ടുള്ള ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നതിന് മുമ്പ് അവരെന്താണ് നന്നായിട്ട് തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം. സ്ക്രബ് ഉപയോഗിച്ച് എന്തെങ്കിലും മറിച്ച് കഴുകേണ്ടതുണ്ടെങ്കിൽ സാധാരണ വെറുതെ ഹാൻഡ് വാഷ് ഒക്കെ ഉദ്ദേശിക്കുന്നത് വളരെ പ്രത്യേക നിങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടാവും. എന്തായാലും ഇതിന് തന്നെ പഠിപ്പിക്കുന്നുണ്ട് വേറെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് വരെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അതില് അത് കൃത്യമായ സ്റ്റെപ്പുകൾ അനുസരിച്ച് സ്ക്രബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കൈയൊക്കെ ഹാൻഡ് വാഷ് ചെയ്ത് റിഡ്യൂസ് ബാക്ടീരിയയുടെ കൗണ്ടുകളെല്ലാം കവർ ചെയ്തതിന്. കാരണം നമുക്കറിയാം ഈ അണുക്കൾ ചെറുതാണെങ്കിലും അത് വ്യാപിക്കാനായിട്ട് സാധ്യതകൾ ധാരാളമുണ്ട്. അത് വളരെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അത്രയും ക്ലിയർ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസ് ധരിക്കുന്നതിന് മുമ്പ് ഹാൻഡൊക്കെ ഇത്ര കൃത്യമായ സ്റ്റെപ്പോട് കൂടിയിട്ടൊക്കെ വാഷ് ചെയ്യണം. Then absence of diseases causing a microorganism. അതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു അറിയാൻ പറ്റും. Aseptic sterile techniques is a method used to avoid contamination from infection agents and it used to keep germ-free environment in the operating rooms. അതായത് നമുക്കറിയാം അല്ലെ, ചിലര് പറയില്ലേ ചില ഇതുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അവര് ഡ്രസ് ചെയ്യുമ്പോ പഴുക്കുന്നുണ്ട് അല്ലെ, മുറിവ് ഉണങ്ങുന്നില്ല എന്നൊക്കെ പറയല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്യുപ്മെന്റ്സ് എപ്പോഴും സ്റ്റെറൈൽ ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അതാണ് അസ്പിസിസ് എന്ന് പറയുന്നത്. അതിനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തദൂഷ്യം ബാധിക്കാത്ത അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്താണ് പറയുന്നത് വ്യക്തികൾക്ക് പഴുക്കാതെ രോഗാണുക്കളൊന്നും പ്രവേശിക്കാത്ത തക്കവിധത്തിലുള്ള രീതിയിൽ എന്താണ് ആബ്സെൻസ് ഓഫ് അതാണ് ഡിനോട്ട്സ് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഡിനോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസ് മൈക്രോ ഓർഗാനിസം. എന്തെങ്കിലും സൂക്ഷ്മാണുക്കളൊന്നും വരാതെ അതിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിലാകാതെ ആസ്പിറ്റിക് സ്റ്റെറൈൽ എപ്പോഴും എന്താണ് സ്റ്റെറൈൽ യൂസ് ചെയ്ത് ആ മെത്തേഡ് യൂസ് ചെയ്ത് അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ദ ഇൻഫെക്ഷൻ ഏജൻസ്. ഈ രോഗാവസ്ഥകൾ ഇൻഫെക്ഷൻ ഒന്നും വരാത്ത തക്കവിധത്തിലുള്ള സംഭവങ്ങളായിരിക്കണം ഉണ്ടായിരിക്കണം. ഇപ്പൊ എക്യുപ്മെന്റ്സുകൾ എപ്പോഴും എന്തായിരിക്കണം ഉദ്ദേശിക്കുന്നത്, എക്യുപ്മെന്റ്സുകളെല്ലാം അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റെറൈൽ ചെയ്തിരിക്കണം എന്നാണ് അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും നമുക്കറിയാലേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അവരെ നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം അതൊക്കെ ചെയ്തതിന് ശേഷമുള്ള എക്യുപ്മെന്റ്സ് മാത്രമേ എന്ത് ഓപ്പറേഷൻ ചെയ്തുള്ളൂ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലെ, എല്ലാം പുതിയതായിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് അറിയാമേ, നമ്മള് ഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ
ഈ ഇൻ കേസ് വീടുകളിലേക്ക് നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോയതിനു ശേഷം ഡ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ചെറുതായിട്ടുള്ള ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കണം. നമ്മളിപ്പോ ഇൻ കേസ് ന്യൂ ബേബീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാൽ കുപ്പികളൊക്കെ ബോട്ടിലൊക്കെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷമാണ് എന്താ ഒരു പാല് യൂസ് കൊടുക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ചെറിയ ചെറിയ അനക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. Absence of a disease is causing microorganism. Aspected sterile techniques is a method used to avoid contamination from infection agents, and it is used to keep a germ-free environment in the operating rooms. അവിടെ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം എന്താ, സ്റ്റെറൈലായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുറിവ് ഉണങ്ങാനായിട്ട് സാധ്യതയുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് absence of a diseases causing. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്, രക്തദൂഷ്യം ബാധിക്കാത്ത വിധത്തിൽ എന്നുള്ള മീനിങ് ആണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താ, മുറിവൊന്നും പഴുക്കാനൊന്നും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പഴുക്കാന്നൊക്കെ പറയില്ല, ആ മീനിങ്ങിലേക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ചെറിയ എന്താ പറയുക, ചില പോയിന്റ്സുകൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ആവാം. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ചില പോയിന്റുകളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് പോകും അല്ലെ. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഈച്ച് ഓപ്പറേറ്റിംഗ്. കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാലോ. ഒരുപാടൊന്നും ഞാൻ എടുത്തു പോകുന്നില്ല. എന്താ, 2 പേജെങ്കിലും മിനിമം തീർക്കണ്ടേ. അടുത്ത ഒരു പേജിലേക്ക് നോക്കാം, അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂംസ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. എന്താണ്, ഓപ്പറേറ്റിംഗ് റൂമില് എന്താണ്, എന്തൊക്കെ ടൈപ്പുകളായിട്ടുള്ള സർജറീസ് ആണ് നമുക്ക് നോക്കാം. ദ ഓപ്പറേറ്റിംഗ് ടേബിൾസ്, അത് ആ സർജറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. The operating table in the center of the room should be able to rise, lower and tilt in any direction. അപ്പൊ നമുക്കറിയാം, ഓപ്പറേഷന് വിധേയമായ വ്യക്തികൾക്കൊക്കെ അറിയാം എങ്ങനെയാ ഓപ്പറേഷൻ റൂം എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാ ടേബിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, എവിടെയെങ്കിലും ചേർത്ത് വെച്ചേക്കായിരിക്കില്ല. അതെന്താണ്, സെൻട്രൽ ആയിരിക്കും, റൂമിന്റെയൊക്കെ സെൻട്രൽ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, അതിന് ചുറ്റും ഈ വ്യക്തികൾക്കെല്ലാം, ഡോക്ടേഴ്സിന് പോകാനും നേഴ്സിന് പോകാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ECG ഒക്കെ എടുക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അവിടെ പാസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് റിമൂവ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇത് സെൻട്രൽ ആയിരിക്കും. ഇതന്നെ വീണ്ടും പറയുന്ന ലോവർ, ഈ എന്താ പറയുക, ഈ ടേബിള് താഴ്ത്തണമെങ്കിലോ ഉയർത്തണമെങ്കിലോ റേസ് ചെയ്യണമെങ്കിലോ പൊക്കണമെങ്കിലോ ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതിന്റെ ടിൽറ്റ് എന്ന് വെച്ചാൽ ശരിക്കണമെങ്കിൽ ശരിക്കാണ്. അപ്പൊ ഈ വ്യക്തിയെ, ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഡോക്ടറിന് നേഴ്സിനും ഒക്കെ അനുകൂലമായ രീതിയിൽ ഉയർത്തി കൊടുക്കാനും തന്നെ താഴ്ത്താനും ചരിക്കാനും പറ്റുന്ന ടേബിള് അതെന്ത് എവിടെയായിരിക്കണം, സെൻട്രൽ ആയിരിക്കണം ഇടേണ്ടതെന്നാണ് പറയുന്നത്. ഒക്കെയാണോ ഫസ്റ്റ് പോയിന്റ്? ഒക്കെ അല്ലേ? The operating table in the center of the room should be able to rise, lower and tilt any direction. Okay, tilt എന്ന് വെച്ചാൽ ചരിക്കുക. Then the operating room lamps allow for a brilliant illumination without shadow in the case of surgery. നമ്മൾ നേരത്തെ കണ്ട ഒരു പോയിന്റ് തന്നെയാണ്. എന്താണ്, അവിടെ ബ്രില്യന്റ്, നല്ല പ്രകാശിക്കുന്ന ഒരു തിളക്കമോ, അതായത് പ്രകാശത്തോടു കൂടിയിട്ടുള്ള വെളിച്ചം അവിടെ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ഷാഡോസ്, ഒരിക്കലും നിഴലൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് സർജറി നടത്തുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം അല്ലെ. അപ്പൊ ബ്രില്യന്റ് ഇലുമിനേഷൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. Then a patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. Patient will be linked. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചില വ്യക്തികൾ അവരവരുടെ ഡ്യൂട്ടിയുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിയോളജിസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ്, അവരായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിഫറെന്റ് മോണിറ്റേഴ്സ്, അവരെ സെപ്പറേറ്റ് മോണിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവരെ കാർഡിയോഗ്രാഫ്, അവരുടെ ECGയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറ്റേതെങ്കിലും ഇതുകൾ, അവരെ പ്രഷർ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ ആണ് നോക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കും. അപ്പൊ അവരവരുടേതായ വൈറ്റൽ സയൻസ് പ്രധാനപ്പെട്ട സയൻസ് കിട്ടുന്നത്. ചിലവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പല
എന്താ പറയാ, നമ്മള് ആംബുലൻസിന്റെ ചാപ്റ്ററിലൊക്കെ ആംബുലൻസിന്റെ ചാപ്റ്റർ അല്ല, നേരത്തെ എടുത്ത ചാപ്റ്ററിൽ എന്താണ് ആംബുലൻസിന്റെ സിഗ്നല് അല്ലെ, ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ ചിലപ്പോ അലാം പിടിപ്പിച്ചിട്ടുള്ള സിഗ്നലൊക്കെ കാണിച്ചു തരുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ടാവുമെന്നത് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയവർക്ക് അറിയാൻ പറ്റും ഈ അലാം അല്ലെ. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സയൻസ് പ്രധാനപ്പെട്ട സിഗ്നൽസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. അത് നോക്കിയിട്ടാണ് ഇവരുടെ നിർദ്ദേശം ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സിന് കൊടുക്കേണ്ട എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ സിഗ്നല് നോക്കിയിട്ടാണ്. അപ്പൊ അതെന്താണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. Patient will be linked to different vitals that keep track of vital signs. എന്തെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ലിങ്ക് ആയിരിക്കും കേട്ടോ. അതെന്തായാലും മോണിറ്റർ ചെയ്യുമ്പോൾ ആ സൈൻ തെളിഞ്ഞു വരണം അല്ലെ. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹേർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. പ്രധാനമായിട്ടും ഹേർട്ട് റേറ്റും ബ്ലഡ് പ്രഷർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റ് ചെയ്യുന്ന ടേബിളോടൊപ്പം തന്നെ എന്തായിരിക്കണം വെന്റിലേറ്റർ അല്ലെ. നമ്മൾ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ അത് അപ്പം തന്നെ കൊടുക്കണം അല്ലെ. അപ്പൊ ആ വ്യക്തിക്ക് ചിലപ്പോൾ ശ്വാസം എടുക്കാൻ പെട്ടെന്ന് വരില്ല. ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തക്ക വിധത്തില് എന്താണ് ക്ലോസ് ആയിട്ട് ഇതിനോടൊപ്പം തന്നെ വെന്റിലേറ്റർ മെഷീൻ ഉണ്ടായിരിക്കണം. വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഹെഡിനോട് ചേർന്ന് ഇതുണ്ടായിരിക്കണം. ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തേഷ്യ, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. If the procedure is done, അങ്ങനെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജനറൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുതൽ എന്താണ് അത് ആ പ്രവർത്തനത്തിന് ചാൻസ് ആണ് അല്ലെ. ഇത്ര ടൈമിനോൾക്ക് ശേഷം എന്താണ് രോഗി അബോധാവസ്ഥയിലാണ്, ഫുള്ളായിട്ടാവാം ചിലപ്പോ പാർട്ടായിട്ടാവാം. അപ്പൊ ആ അബോധാവസ്ഥയിൽ ആകുന്നത് മുതൽ വെന്റിലേറ്റർ എന്തായിരിക്കും എപ്പോഴും ആ ബ്രീത്തിങ് കൊടുത്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത് ആവശ്യമില്ലെങ്കിൽ കൂടി അത് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെന്റിലേറ്റർ വിൽ ബ്രീത്ത് ഓഫ് യു ഇൻ കോഴ്സ് ഓഫ് ദ പ്രൊസീജിയർ, മൂവിങ് ഓക്സിജൻ ആൻഡ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ലങ്സ്. നമ്മുടെ ലങ്സിലേക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയെങ്കിലും അത് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കത്തക്ക വിധത്തിൽ നമുക്കറിയാലേ. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷന് ഒരിക്കലും പ്രോബ്ലം ഉണ്ടാകരുത്. നമ്മുടെ ശ്വാസമാണ് അല്ലെ ജീവൻ നിലനിർത്തുന്ന ഒരു സംഭവം അല്ലെ, അതൊരിക്കലും മിസ്സിംഗ് ആവരുതല്ല. അതിന്റെ ഫസ്റ്റ് മെയിൻ ആയിട്ട് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത് അത് ക്ലോസ് ആയിട്ടായിരിക്കണം. നമ്മൾ എന്താ പറയുക ഈ പ്രൊസീജിയർ അതായത് അനസ്തേഷ്യക്ക് ശേഷം അത് ഡൗൺ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then a germ-free instruments to be used during surgery. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു അല്ലെ. അത് ജെം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് രോഗാണുക്കളൊന്നും ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെയായിരിക്കണം സർജറിക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ മെഷീൻ ഓർ കൺട്രോളിംഗ് ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ചാർജ് അതായത് വൈദ്യുത പ്രവാഹം കൊടുത്തിട്ട് അത് ഉപയോഗിച്ച് ബ്ലീഡിങ് അതിന്റെ ഫ്ലോ നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. നമുക്കറിയാം ഇതൊക്കെ നമ്മൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ എപ്പോഴും ബ്ലഡാണ് കൂടുതലും പോകുന്നത് അല്ലെ. അത് ഹൈ ബ്ലീഡിങ് ആക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായ രോഗിക്ക് വളരെയധികം പ്രോബ്ലം സംഭവിക്കും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കത്തക്ക വിധത്തില് എന്താ ഡയറ്റമി മെഷീൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് വൈദ്യുതി പ്രവാഹത്തിലൂടെ ഈ വ്യക്തിക്ക് ഏത് പ്ലേസ് ആണോ ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉള്ളത് ആ പ്ലേസിൽ കൊണ്ടുവന്ന് വെച്ച് ആ ബ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ബ്ലഡിന്റെ ആ ഒഴുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അതും എവിടെ എന്തായിട്ടും അവിടെ പ്രസന്റ് ആയിരിക്കണം, യൂഷ്വലി പ്രസന്റ് ആയിരിക്കും. ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, ഹൈ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് നോർമൽ ആയിരിക്കും അല്ലെ. ഓപ്പറേഷനനുസരിച്ച് അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബ്ലീഡിംഗ് ഒക്കെ നോർമൽ സ്റ്റേജിലേക്ക്. ചിലർക്ക് അങ്ങനെയല്ല, എന്താണ് ഹൈ ബ്ലീഡിംഗ് ഒക്കെ വരാം. അങ്ങനെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വൈദ്യുത പ്രവാഹത്തും കടത്തിലിട്ട് ചൂട് കൊടുത്ത് ആ ഞരമ്പുകൾക്ക് ഒരു കൺട്രോളിംഗ് പവർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്താ ഡയറ്റമി മെഷീൻ എന്ന് പറയുന്നത്. അത് പ്രസന്റ് ആയിരിക്കണം എവിടെയാണ് ഓപ്പറേഷൻ റൂമിന്. Then if the surgery requires it a heart alarm machine or other specialized tool may be brought into the room. എന്തെങ്കിലും നമുക്കറിയാം ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് തരത്തിലുള്ള അസുഖങ്ങളാണ് അല്ലെ. ആ അസുഖങ്ങൾക്ക് അനുസരിച്ചുള്ള ഓപ്പറേഷനാണ് വിധേയമാക്കുന്നത്.
അപ്പൊ അവർക്ക് എന്തെങ്കിലും ഹേർട്ടും ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൂളുകൾ ആവശ്യമാണ് എങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കണം. സർജറി റിക്വയർസ്, സർജറി ആ ഓപ്പറേഷന് റിക്വയർ ആണെങ്കിൽ എന്ത് ഹേർട്ട് ലാംഗ് മെഷീൻ ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ. അവിടെ വ്യക്തികൾക്ക് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷനെ വിധേയമാക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ആവശ്യമായ അവരുടെ ആ വ്യക്തിയുടെ ജീവന് എന്തെങ്കിലും ഹാനികരമായി ബാധിക്കുന്നു എന്ന് ഡോക്ടേഴ്സിന് നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ അവര് അതുമായി അതിനെ പ്രിവെന്റ് ചെയ്യാൻ തടയാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് പറയും. അത് കൃത്യമായിട്ട് ആ റൂമിൽ ഉണ്ടായിരിക്കണം. The operating room will likely be cold to reduce bacterial growth. നമുക്കറിയാം കോൾഡ് ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ റൂമിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര, പ്രത്യേകിച്ച് ബ്ലഡ് ഒക്കെ കുറവുള്ള വ്യക്തികൾക്ക് അറിയാം, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത്. കാരണം അവർക്ക് അത് അവിടെ നിലനിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. നമ്മള് ചിലരൊക്കെ ഇതിന് ഇത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ, അതിനൊക്കെ കൂടുതൽ നമുക്ക് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയകളൊന്നും വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റൂം എപ്പോഴും കോൾഡ്, അവിടെ എപ്പോഴും തണുപ്പാണ് യൂസ് ഉണ്ടാവുക എപ്പോഴും. അതുകൊണ്ട് അത് കൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത് രോഗിയുടെ ഇതിനെയല്ല ഉദ്ദേശിക്കുന്നത്, അവിടെയുള്ള ബാക്ടീരിയ. ഇപ്പൊ ചിലപ്പോൾ ഓപ്പറേഷൻ നടത്തുമ്പോഴോ എപ്പോഴെങ്കിലും ബാക്ടീരിയസുകൾക്ക് എന്താണ് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആ ഏരിയ എന്താണ് കൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്നത് കൂളായിട്ടുള്ള രീതിയിൽ റൂം ടെമ്പറേച്ചർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഞാനിപ്പോ എന്താ പറയാ എടുത്തതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡി മനസ്സിലായില്ല എന്ന് പറയുന്നു. ഡി എന്ന് പറയുമ്പോ എന്താണ്? ഇങ്ങനെയാണോ? 1 2 3 4 ഇത് ചെയ്യാണോ ഉദ്ദേശിക്കുന്നത്? 4ാമത്തെ പോയിന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഡി യൂസ് ചെയ്ത് a ventilator or a breathing machine stand close to the head of the operating table. അത് ഓക്കെ ആയോ? അതായത് വെന്റിലേറ്റർ മെഷീന് അടിയിൽ തന്നെയായിരിക്കണം വെക്കേണ്ടത് എന്നുള്ള കാര്യം ഓക്കെ ആയോ? അതായത് വെന്റിലേറ്റർ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ശ്വാസം കൊടുക്കാനായിട്ട്, അത് മാത്രമേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ശ്വാസം കൊടുക്കാനുള്ള ശ്വാസം, അതായത് ഓക്സിജൻ വായു എന്താ പറയുക രോഗി, അതായത് പേഷ്യന്റ് ഭയങ്കര കഷ്ടപ്പെട്ട് വലിക്കാതെ സ്വാഭാവികമായ ഒരു ഓക്സിജൻ കൊടുക്കുന്ന ഒരു മെഷീനാണ് എന്ത് വെന്റിലേറ്റർ. നമ്മള് എന്താ പറയാ രോഗി റിസ്ക് എടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പിന്നെ പുറത്തേക്ക് നിശ്വാസം അല്ലെ നമ്മള് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുകയും രോഗിയുടെ റിസ്കില് അല്ലാതെ ഫ്രീ ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഈ വെന്റിലേറ്റർ ബ്രീതിങ് മെഷീൻ സ്റ്റാൻഡ്സ് എവിടെ യൂസ് ചെയ്യണം എന്നാ പറയുന്നത്? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഹെഡിനോട് ചേർന്ന്, ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യന്റിന്റെ ഹെഡിനോട് ചേർന്ന് അത് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ക്ലോസ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കണം. If the procedure is done, operation procedure done, general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out your lungs. ഈ പ്രൊസീജിയർ എന്ന് വെച്ചിട്ട് നമുക്കറിയാം അനസ്തേഷ്യ ആണ് നമുക്ക് അത്രയും ടൈമിനുള്ളിൽ കൊടുക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ ഈ രോഗി അബോധാവസ്ഥയിലാവുന്നത്, അതായത് പെയിൻ അറിയാത്ത രീതിയിലേക്കാണ്. അതിനുശേഷം ഈ വെന്റിലേറ്റർ വിൽ ബ്രീത്ത് യു ഇൻ ദ കോഴ്സ് ഓഫ് പ്രൊസീജിയർ മൂവിങ്. നമ്മുടെ പ്രൊസീജിയർ മൂവ് ചെയ്യുന്നതോടൊപ്പം ഓക്സിജൻ എന്താണ് ഉള്ളിലേക്കും then out of your lungs നമ്മുടെ പുറത്തേക്ക് തള്ളുന്ന രീതിയിലേക്കുള്ള രീതിയിൽ വെന്റിലേറ്റർ യൂസ് ചെയ്യണം. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ നമ്മള് എത്രയും പേരെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ടും അതല്ലെങ്കിൽ കേൾവിയുള്ള വ്യക്തികളായതുകൊണ്ടും നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി അല്ലേ. കാരണം ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാത്ത വിധത്തില് മനസ്സിലായത്. അതായത് നെയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ കോൾഡിന്റെ കാര്യം, അതായത് ഏരിയ തണുപ്പായിരിക്കണം എന്ന് പറഞ്ഞ് ചില ACT മെഷീനും ഇതൊക്കെ ആ വ്യക്തികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് അതൊക്കെ ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. തന്നെ
എന്താണ് പറയുന്നത്, സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ നോക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. ഡിസ്കസ് ചെയ്യാം അല്ലെ. കാരണം നമുക്ക് കുറച്ച് കണ്ടിന്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇടേണ്ട ആ ഒരു ടൈമില് അതില് കുറച്ച് ഒരു പേജൊക്കെ അല്ലേ കവർ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പം 2-3 ക്ലാസ്സുകൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ ഈ ഒരു ഭാഗം കൂടി? ഉണ്ട്, പറയൂ. നയന പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഭാഗം. സിംഗോളോ മെസ്സേജ് അയക്കാമായിരുന്നോ? സോറി, എന്നാ നിങ്ങൾക്ക് പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് ചോദിക്കായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഇല്ല, ഇത്ര നേരം അൺമ്യൂട്ടിലാണ്. ഇപ്പോഴോ? അപ്പൊ ഞാൻ നേരത്തെ ഇപ്പോഴാണ് ഓക്കെ ആയത്. നേരത്തെ അപ്പൊ നിങ്ങളെ അൺമ്യൂട്ടാക്കാതെ എത്ര നേരം ക്ലാസ് എടുക്കുന്നത്? സർജറിന്റെ പറഞ്ഞോളൂ. ഹലോ മാം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഒരു റോബോട്ടിക് സർജറിയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോർഷൻ. അതൊന്ന് പറയാമോ? റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ സർജറി ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് ആയിട്ട് റോബോട്ടുകളുടെയും കൂടി ആവശ്യകത. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസീവ് ആണ്, പക്ഷെ അവർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ റോബോട്ടിക്കും കൂടി സഹായം ആവശ്യങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഡോക്ടേഴ്സ്. അതായത് എളുപ്പത്തില് ഇത് കൈകാര്യം ചെയ്യാനായിട്ട്, സ്റ്റഡി ചെയ്യാനായിട്ട്. ഇതിപ്പോ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തില്ല, ഇതാണ് നെക്സ്റ്റ്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഡോക്ടേഴ്സിനെയും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒപ്പം തന്നെ എന്താ പറയുക, ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോഴും ഇത് റോബോട്ടിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് എങ്കിൽ കൂടി എന്താ പറയാ, കുറച്ച് പെട്ടെന്ന് ഇത്ര ടൈമിനുള്ളിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോരാനായിട്ട്. ഒപ്പം തന്നെ നമ്മൾ കീബോർഡ് സർജറി ചെയ്യുന്ന മാതിരി തന്നെ മെത്തേഡ്സ് ആണ് റോബോട്ടിക് അസിസ്റ്റന്റ് ചെയ്യുന്നത്. അതായത് ചെറിയ ഒരു മുറിവുകൾ വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെയാണോ? മനസ്സിലായോ? റോബോട്ടിന്റെ അസിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഡോക്ടേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അപ്പൊ റോബോട്ടിന്റെയും കൂടി അസിസ്റ്റ് ഹെൽപ്പോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കീബോർഡ് സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയില് മോണിറ്ററിൽ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ആ ടൈമിൽ തന്നെ ഡോക്ടേഴ്സിന് ഡിസൈഡ് ചെയ്യണം ഇതാണ് ഈ വ്യക്തിയുടെ ഫാക്ടർ. ഇപ്പൊ പിക്ചേഴ്സ് ആണ് കാണുന്നത്. അപ്പൊ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് തുന്നി ചേർക്കേണ്ടത്, ഇതാണ് കാരണം. അപ്പൊ ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം കട്ട് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സിനെ ഡിസൈഡ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് കൈകാര്യം ചെയ്യാണ് ചെയ്യുന്നത്. ഇതില് എന്താ റോബോട്ട് അസിസ്റ്റന്റിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയണം, അവര് അസിസ്റ്റ് ചെയ്ത് തരും. ഇതാണെങ്കിൽ എന്റെ ഭാഗങ്ങളിൽ എന്റെ പ്രോബ്ലം സെന്റർ, ഇതൊക്കെയാണ് ഏരിയാസ് കൂടി അവരും കൂടി അസിസ്റ്റ് ചെയ്ത് തരും. then സർജറിയുടെ ഒപ്പം ഇവര് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം, മനസ്സിലായി. ഇൻ കേസ് ഇനി അടുത്ത് വേറെ ആർക്കെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ഇതുകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഞാൻ പറയാനുള്ളതുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം. തുടങ്ങി വെക്കാം അല്ലെ? നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്റർ തുടങ്ങി വെച്ചാറും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റി അല്ലെ? അതുമാതിരി നമുക്ക് തുടങ്ങി വെക്കാം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാൻ സാധിക്കും. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് എടുത്തോട്ടെ? അറിയൂ,
നിങ്ങളുടെ സമ്മതമാണ് ഞങ്ങളുടെ എന്താ പറയുക റണ്ണിങ്. നിങ്ങൾ ഓക്കെ ആണെങ്കിലല്ലേ ഓക്കെ. അപ്പം നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ പിന്നെ ഇവിടെ തുടങ്ങിയാണ് അല്ലെ നമ്മള് നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സോണിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ. അത് ഓരോ സോൺ തിരിച്ചിട്ടാണ്. അതായത് നമ്മള് ഓപ്പറേഷന് മുമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈം അതൊക്കെ ഓരോരോ സോണുകൾ, അതായത് ഓരോ ഭാഗങ്ങൾ തിരിക്കുന്നതാണ്. നമ്മൾ പറയില്ലേ പെട്ടെന്ന് നമ്മുടെ സോണുകൾ പറയുമ്പോൾ റെഡ് സോണ്, ബ്ലൂ സോൺ എന്നൊക്കെ പറയുന്ന സോണുകളാണ് നമ്മുടെ മുമ്പിൽ വരാറ്. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സോൺ തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. The operation theatre suite is a potential source of a hospital infection in general and wound infection in particular. അതായത് നമ്മുടെ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പരിചരിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിക്കുന്ന ഒരു ഒന്നിച്ചുള്ള ആ ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ അതിനെ പരിചാരകർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ജനറൽ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ ഇൻ പാർട്ടിക്കുലർ. അവിടെ പരിചരിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താ പറയുക ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഒക്കെ ധാരാളം, അവർക്ക് മുറിവുകളൊക്കെ വരാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുന്ന വില്ലേജ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ എക്യുപ്മെന്റ്സ് അല്ലെ, അതാണ് ആ എക്യുപ്മെന്റ്സ് വഴിയൊക്കെ എന്താ ഇവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. The suit should be planned with the aim of reducing the risk of hospital infection being brought into the suit. അതായത് അവരിങ്ങനെ പരിചരിക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ഒരു വ്യക്തിയുടെ അസുഖം ബാധിച്ച മേഖലയിലെയാണ് മിക്കവാറും റിമൂവ് ചെയ്യേണ്ടി വരുന്നത് ഓപ്പറേഷൻ വഴി. അപ്പൊ ഈ അസുഖം ബാധിക്കുന്ന പോർഷൻ എടുത്ത് മാറ്റുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഇൻഫെക്ഷൻ ധാരാളം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കോൾഡ് ആയിട്ടുള്ള ഏരിയ ബാക്ടീരിയസൊന്നും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് അവിടെ നിന്നും അണുക്കളൊന്നും വരാനുള്ള നെയിൽ പോളിഷ് വരെ നമ്മൾ റിമൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഏരിയകളെല്ലാം കൃത്യമായിട്ട് തന്നെ എന്താ പറയുന്നത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ബീയിങ് ബ്രോട്ട് ഇൻ ടു ദ സ്യൂട്ട്. അവർക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രത്യേക പ്ലാൻ ചെയ്തിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. നല്ലൊരു എന്താ പറയുക നേരത്തെ കൂട്ടിയുള്ള ഒരു പ്രിപ്പറേഷന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ നോക്കാം ജനറൽ പ്രിൻസിപ്പിൾസ് എന്താന്ന് നോക്കാം. ക്ലീൻ ഫ്രം എ ഡേർട്ടി കാർപ്പറ്റ്. Flow within the OT operation theatre should be kept apart as best as possible. Space in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of a clean lines from the entrance of the OT suite to the operating rooms. അപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ ആയിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കണം, അവരോട് ചെയ്യണം, അവരോട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടേഴ്സിന് അങ്ങോട്ട് പോയി കൈകാര്യമൊക്കെ ചെയ്യണതൊക്കെ ആയിട്ട് വരും അല്ലെ. മുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവ് എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിച്ചത്, ആഴത്തിലുള്ള മുറിവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താ പറയാ ഇത്തരത്തില് അപ്പൊ ഈ വ്യക്തികൾക്ക് എന്താ പറയണേ ഡോക്ടേഴ്സിന് നഴ്സിനൊക്കെ എന്താ പറയുക ചിലപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ തന്നെ വ്യക്തികൾക്ക് അങ്ങോട്ടൊക്കെ പാസ് ചെയ്യേണ്ടൊക്കെ ആയിട്ട് വരും. Flow within the operation theatre should be kept apart the best as possible. അത് കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ വ്യക്തിക്ക് അങ്ങോട്ട് തിരിയാനൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നതിനൊപ്പം അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ അത് വ്യക്തമായിരിക്കണം. ഡോക്ടേഴ്സിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇന്ന വഴിയായിരിക്കണം, നഴ്സുമാർക്ക് അങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള വഴിയായിരിക്കണം. അപ്പൊ അവിടെ എപ്പോഴും എന്താണ് ഈ വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാസ് ചെയ്യാനൊക്കെ ആവശ്യകത വരാം. അപ്പൊ ഈ കേസ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ അണുക്കളുമായുള്ള ഭാഗത്താണ് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്പേസ് should have to be arranged in such a way that while moving from one space to another, there should be a constant progression of clean lines from entrance to the operation. ആ റൂമിലേക്ക് കിടക്കുന്നത് മുതൽ എന്താ പറയുക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ ഒരു കൃത്യമായ രീതിയിലായിരിക്കണം അവര് എൻട്രൻസും പോകുന്നതും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയുക പേഷ്യന്റ് നേരത്തെ കൂട്ടി വേറെ ഒന്നും ചെയ്യരുത്, ആ ഡ്രസ്സുകളൊന്നും വേറെ ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഓപ്പറേഷന് മുമ്പ് മുമ്പൊക്കെയാണ് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ വ്യക്തിക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൂടെ പോകാൻ പാടുള്ളൂ. തന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതുള്ള ആ വ്യക്തി പ്രവേശിക്കുന്നു. ഇവരാണെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടീം എന്ന് പറയുന്ന വ്യക്തികള് അതിന് ഒത്തിരി പേരുണ്ടാവും, പരിചാരകര് കുറച്ച് പേരുണ്ടാവും അല്ലെ, നഴ്സുമാരുണ്ടാവും, നമ്മൾ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അവരെല്ലാം പോകുന്ന സ്പേസുകളെല്ലാം കൃത്യമായിട്ട് എന്താ പറയുക പ്ലാനോട് കൂടിയിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെപ്പോഴും വെള്ളമായിട്ട് ക്ലീൻ ആയിട്ട് ആ ഏരിയകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then the staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected areas. ഒരിക്കലും പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റു പ്ലേസുകളിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ വ്യക്തികൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടി പാസ് ചെയ്യാൻ പാടുള്ളതല്ല. നമുക്കറിയാം അണുക്കള് പെട്ടെന്ന് എവിടേക്കും വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ടല്ലേ. ഓപ്പറേഷൻ നമ്മള് ഇത് കഴിയുന്നേക്ക് മുമ്പ് നമ്മൾ പറയുന്ന മാതിരി തന്നെ കഴിഞ്ഞു കഴിയുമ്പോഴും കൃത്യമായ പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്ത് അവർ ആ ഡ്രസ്സുകളൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും വാഷൊക്കെ ചെയ്ത് വെൽ ക്ലീൻഡ് ആയിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ടത് അവര് ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് നഴ്സുമാർക്കൊക്കെ ഇതിന് ഈ എന്തെങ്കിലും അണുക്കളുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യകതയുണ്ടാവും. അതുകൊണ്ടാണ് അവർ പോകുന്നത്. സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഏബിൾ ടു മൂവ് ഫ്രം വൺ ക്ലീൻ ഏരിയ ടു അതർ. വേറെ ഏത് പ്ലേസിലേക്ക് പോകുമ്പോഴും വിത്തൗട്ട് ഹാവിംഗ് ടു പാസ്, ഒരിക്കലും എന്താ പറയണേ അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൂടി അവരെ പാസ് ചെയ്യാനൊന്നും പാടുള്ളതല്ല. Then solid materials and waste have to be eliminated from the operating rooms without passing through clean areas. ഇവരൊരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഉപയോഗിക്കാം ഡോക്ടേഴ്സിനൊക്കെ ചില ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനാണെങ്കിൽ നഴ്സുമാർക്കൊക്കെ ചപ്പല് അതൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകൾ വരെയുണ്ട് അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ. അതായത് അവര് ആ പ്ലേസിലേക്ക് കയറുമ്പോ എന്താ അവിടെ നിന്ന് ഒരിക്കലും എന്താണ് മണ്ണൊന്നും വരാൻ പാടില്ല, മെറ്റീരിയൽസുകളോ മറ്റു പൊടികളോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. അപ്പൊ അത് കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം എലിമിനേറ്റ് ചെയ്യണം ഓപ്പറേറ്റഡ് റൂംസ് വിത്തൗട്ട് പാസിംഗ് ഫ്രോം ക്ലീൻ ഏരിയ. അവിടെ എപ്പോഴും ക്ലീൻ ചെയ്ത ഏരിയ ആണ്. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ടേ അവിടേക്ക് പോകാൻ പാടുള്ളൂ. ഈ ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഷുഡ് ബി ഫ്രീ ഓഫ് ദ റിയർ മൂവ്മെന്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓപ്പറേഷന്റെ വെന്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അല്ലെ, വായു സഞ്ചാരം എന്ന് പറയുന്നത്, എയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ അത് നല്ല രീതിയിൽ എയർ പാസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഹെൻസ് എന്താ അങ്ങനെയൊക്കെ ആണെങ്കിലും ദ ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ വിത്തിൻ ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഷുഡ് ബി ഫ്രം ക്ലീനർ ടു ലെസ്സർ ക്ലീൻ ഏരിയാസ്. മറ്റ് ക്ലീൻ ഏരിയാസുകളെ അപേക്ഷിച്ച് എന്താ പറയണ അവിടെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് എയർ ഫ്ലോ വിത്ത് ദ ഓപ്പറേഷൻ തിയേറ്റർ ഷുഡ് ബി ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീനർ ഏരിയാസ്. മറ്റ് ക്ലീൻ ചെയ്യുന്ന ഏരിയകളെക്കാളും നല്ല ബെറ്റർ ആയിരിക്കണം എവിടെ ഓപ്പറേഷൻ ഏരിയയില് ക്ലീൻ ആയിരിക്കണം. Therefore, the whole operation theatre suit to decide on the concept of 4 zones. അതുകൊണ്ട് തന്നെ 4 സോണാക്കി തിരിച്ചേക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഈ എപ്പോഴും അത്രയും വരെ ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ സോണുകൾ എന്തായാലും തീരില്ല, കാരണം ഇത്രയും സോണുകളാണ്. അതൊന്ന് തിരിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് സോണുകൾക്ക് മുമ്പുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സോണാക്കി തിരിച്ചേക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എപ്പോഴും അവിടെ പെർഫെക്റ്റ് ആയിരിക്കണം. ഡോക്ടേഴ്സിന് വേണമെങ്കിൽ പാസ് ചെയ്യേണ്ട വരും, ചിലപ്പോ നഴ്സുമാർക്ക് പാസ് ചെയ്യണം, ചിലപ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു വിത്തിൻ 1 hour ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടറിന് റെസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പറയണം. മനുഷ്യനാണല്ലേ, അപ്പൊ അവർക്കത് പഠിച്ചിരിക്കേണ്ടി വരും. ഈ രോഗാവസ്ഥയിൽ ഇത് ഇന്ന രീതിയിലാണോ തന്നെ രീതിയിലാണോ തുള്ളിച്ചേർക്കേണ്ടത്, അവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലേസ് അതൊക്കെ വേണ്ടി വരും. അപ്പൊ അവര് ചിലപ്പോൾ ഒന്ന് നീങ്ങി ഒന്ന് വിശ്രമിച്ച് ഒന്ന് 2 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ടായിരിക്കും ആ ഡിസിഷൻ ഒക്കെ എടുക്കുക. അപ്പോൾ അതേസമയം ഈ പേഷ്യന്റിന്റെ എന്താ അനസ്തേഷ്യയുടെ ടൈം അതും അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. ആ ടൈമിനുള്ളിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ പാസ് ചെയ്യുമ്പോൾ അത് ഇന്നെ കൃത്യമായ രീതിയിലൊക്കെ ആയിരിക്കണം അവർ അങ്ങനെയൊക്കെ പോകാനും വീണ്ടും ഈ ഓപ്പറേഷന് വിധേയമാക്കാനും ഒക്കെയുള്ള സാഹചര്യം വരുന്നത്. അപ്പൊ വ്യക്തികൾക്ക് പാസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും എന്നുള്ളത് നേരത്തെ കുട്ടി പ്ലാൻ ചെയ്യേണ്ടി വരും. അത് ഏത് രീതിയിൽ കൂടെയൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിരിക്കണം. പിന്നെ അവിടെ ഒരിക്കലും വേസ്റ്റുകളും അവരെപ്പോഴും ക്ലീനിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലീൻ പ്രാധാന്യം കൊടുക്കുന്നത്? ഒരിക്കലും അണുക്കള് വളരാനോ അല്ലെങ്കിൽ പറ്റിപ്പിടിക്കാനോ ഒരു അവസരം കൊടുക്കരുത് എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് അവർ വെന്റിലേഷൻ അല്ലെങ്കിൽ അതിനുള്ള വായു പ്രവാഹം നടത്താനും ഒക്കെ ഇതിനുള്ള സൗകര്യങ്ങൾ പറയുന്നത്. സോണായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഏതൊക്കെ സോണാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി എന്താ നിങ്ങൾ എന്തെങ്കിലും ഞാൻ വീണ്ടും എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ,
കുറച്ച് എടുത്ത് വെച്ചതേ ഉള്ളൂ. കാരണം ആ ഒരു പേജിന്റെ ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റേ വാഹിദ മിസ്സിന്റെ കാര്യം ആരെങ്കിലും ഇച്ചിരി വൈകി കയറിയവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ടീച്ചറെ പറഞ്ഞത് മെഡിക്കൽ എക്യുപ്മെന്റിന്റെ PDF എടുത്ത് വെക്കാനാണ്. പക്ഷെ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചറെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ലബോറട്ടറി സർവീസ് ആണ്. അപ്പോൾ എല്ലാവരും വാഹിദ മിസ്സിന്റെ ക്ലാസ്സിലേക്ക് ലബോറട്ടറി സർവീസ് കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 2 ക്ലാസ് അല്ലെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതെന്താ പറയുക, ഫസ്റ്റും സെക്കൻഡും പേപ്പേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ബാക്കി ഡിസ്കഷൻ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാനായിട്ട് സാർ കയറുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ലെസൺസ് ഒക്കെ എടുത്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി 1 മിനിറ്റ് വേസ്റ്റ് ആക്കിയതെന്നാണ് മൈൻഡിലുള്ളത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇതുവരെയൊക്കെ ഡൗട്ട് ഉണ്ടോ? വലതും നമ്മൾ തുടങ്ങിയത് എഴുതുന്ന മുതല് അവിടെ വരേക്കും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഇതുവരെയൊക്കെ എടുത്താകുന്ന പോർഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പഠിച്ച് ഒന്ന് ജസ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂടുതൽ പെട്ടെന്ന് കുറെ ക്ലാസ്സുകൾ വരുമ്പോ അതൊന്നും മിസ്സാക്കാതിരിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ എനിവേ ഇനിയൊന്നും ഡിസ്കഷൻ ഇല്ല, ഇങ്ങനെ ക്ലോസ് ചെയ്യാലോ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അത് നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സില് അത്യാവശ്യം കൂടുതൽ എടുത്ത് കഴിയട്ടെ കൈകാര്യം ചെയ്യാം. ഓക്കെ, ബൈ.